നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടത്തിയ കുടുംബശ്രീ ദ്വിദിന കലോത്സവം സമാപിച്ചു. പനമ്പിള്ളി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ 54-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചാലക്കുടി ടൗൺ NSS കരയോഗം സിൽവർ ജൂബിലി നിറവിൽ. വാർത്തകൾ വിശദമായി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. കോലവും സ്വർണ്ണത്താലികളും കവർന്നു. 5 ഭണ്ഡാരങ്ങൾ തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടം. ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണത്താലികളുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർന്നത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷണം പോയതായാണ് പ്രാഥമിക വിവരം. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ എത്തിയ കഴകക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പൂജാരിയെ വിളിക്കാൻ മുറിയിൽ എത്തിയപ്പോഴാണ് പൂജാരിയുടെ മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. മോഷണം നടക്കുന്നതറിഞ്ഞ് പൂജാരി എഴുന്നേറ്റ് വരാതിരിക്കാൻ മോഷ്ടിച്ചവർ തന്നെ പുറത്തുനിന്നും മുറി പൂട്ടിയതായാണ് നിഗമനം. തുടർന്ന് ക്ഷേത്രം അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള 2 ഭണ്ഡാരവും തകർത്ത് ചില്ലറ പൈസ ഒഴികെ കവർന്നു. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ അടക്കം 5 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടത്തുകയും ചെയ്തു. മറ്റൊരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ CCTVയുടെ DVR അടക്കം കവരുകയും ചെയ്തു. കൊടകര പോലീസ് കേസെടുത്തു. തൃശൂർ റൂറൽ പോലീസിൽ നിന്ന് വിരൽ അടയാള വിദഗ്ധരായ KN ജിനി, KM ജിംഷ എന്നിവരും ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയും സ്ഥലത്തെത്തി. അന്വേഷണത്തിനായി സ്ഥലത്തെത്തിച്ച തൃശൂർ റൂറലിലെ പോലീസ് നായ സ്റ്റെല്ല മണം പിടിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള കാവിൽപ്പാടത്തെ വാഴത്തോട്ടത്തിലെത്തി. അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച കോലം ഉപേക്ഷിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണത്താലികൾ എടുത്തതിന് ശേഷം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കോലം. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടത്തിയ കുടുംബശ്രീ ദ്വിദിന കലോത്സവം സമാപിച്ചു. ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ക്ലസ്റ്റർ തല കലോത്സവത്തിൽ പടിയൂർ, പൂമംഗലം, പുത്തഞ്ചിറ, വെള്ളാങ്കല്ലൂർ, വേളൂക്കര, ഇരിഞ്ഞാലക്കുട 1, കാറളം, കാട്ടൂർ, മുരിയാട്, പറപ്പൂക്കര, ഇരിഞ്ഞാലക്കുട 2 എന്നീ കുടുംബശ്രീ CDSകൾ കലോത്സവത്തിൽ പങ്കെടുത്തു. സ്റ്റേജ് ഇതര മത്സര ഇനങ്ങളായ പെൻസിൽ ഡ്രോയിങ്, കവിതാരചന, കഥാരചന, ജലച്ഛായം, കാർട്ടൂൺ, കൊളാഷ്, ചിത്രരചന തുടങ്ങിയവ ഇരിഞ്ഞാലക്കുട മിനി ടൗൺ ഹാളിലും സ്റ്റേജ് ഇനങ്ങളായ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കവിതാ പാരായണം, പ്രസംഗം, കഥാപ്രസംഗം, സംഘഗാനം, നാടൻപാട്ട് എന്നിവ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിലും നടത്തി. 300ഓളം വരുന്ന അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. കലോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, തിരുവാതിര, ഒപ്പന, മാർഗം കളി, സംഘനൃത്തം, നാടോടി നൃത്തം, മൈം, സ്കിറ്റ്, മിമിക്രി, ഫാൻസി ഡ്രസ്, വയലിൻ ഫ്യൂഷൻ എന്നീ കലാപരിപാടികളും അരങ്ങേറി. ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. കലാമത്സരത്തിൽ 96 പോയിന്റുമായി ഇരിഞ്ഞാലക്കുട CDS 2 1ാം സ്ഥാനം നേടി. 74 പോയിന്റുമായി കാട്ടൂർ CDS 2ാം സ്ഥാനവും 57 പോയിന്റുമായി കാറളം CDS 3ാം സ്ഥാനവും നേടി. കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ കുടുംബശ്രീ CDS 1 ചെയർപേഴ്സൺ പുഷ്പവതി അധ്യക്ഷത വഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത ഓവറോൾ ട്രോഫി നൽകി. മറ്റ് സമ്മാനങ്ങൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ സെക്രട്ടറി M ഷാജിക്ക് വിതരണം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടുകുറ്റി CDS ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കാടുകുറ്റി പഞ്ചായത്ത് CDS വൈസ് ചെയർപേഴ്സണെ നീക്കം ചെയ്യണമെന്നും പണം നഷ്ടമായ കുടുംബശ്രീ അംഗങ്ങളുടെ പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി CDS ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു.
കോടശ്ശേരി മണ്ഡലം സെക്രട്ടറി റിൻസൺ മണവാളൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് 4-ാം വാർഡിലെ മരിയ കുടുംബശ്രീയിൽ നിന്ന് മാത്രമായി CDS വൈസ് ചെയർപേഴ്സൺ തട്ടിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യോഗം കുറ്റപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ്, MD വർഗീസ്, ഡെയ്സി ഫ്രാൻസിസ്, സോജൻ മേനാച്ചേരി, ഓമന പരമേശ്വരൻ, അനശ്വര ബിജു, മേഴ്സി ഫ്രാൻസിസ്, ലിജി അനിൽകുമാർ, KC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ MD വർഗീസ്, പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മോളി തോമസ്, പഞ്ചായത്ത് മെമ്പർമാരും പാർട്ടിയുടെ സമ്മതരായ നേതാക്കന്മാരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും മുൻപിലൊക്കെ പലതരം സമരങ്ങൾ നടത്താറുണ്ട് പ്രതിപക്ഷം. പക്ഷേ രേഖാമൂലം തൃശൂർ കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം, 15 പേർക്ക് പരിക്ക്. രാവിലെ 9ഓടെയാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി. പനമ്പിള്ളി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ 54-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പനമ്പിള്ളി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ 54-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. DCC സെക്രട്ടറി K. ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TA ആന്റോ, OS ചന്ദ്രൻ, ജോണി പുല്ലൻ, ബിജു S. ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ടൗൺ NSS കരയോഗം സിൽവർ ജൂബിലി നിറവിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ടൗൺ NSS കരയോഗം ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 വർഷം മാസത്തിൽ ഒരു വൈവിധ്യമാർന്ന പരിപാടി എന്ന നിലയിൽ സംഘടിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിരവധി സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് I. സദാനന്ദൻ അധ്യക്ഷത വഹിക്കും. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ, വാർഡ് കൗൺസിലർമാരായ C. ശ്രീദേവി, ബിന്ദു ശശികുമാർ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പ്രസാദ് മൂക്കന്നൂർ, TP വിജയൻ, TN ഗോപിക, KS വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ചടങ്ങിൽ വെച്ച് ഗായകൻ മധു ബാലകൃഷ്ണൻ, മുതിർന്ന കരയോഗം അംഗങ്ങളായ PN കൃഷ്ണൻ നായർ, K. ഗുണശേഖരൻ, PD നാരായണൻ എന്നിവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് I. സദാനന്ദൻ, സെക്രട്ടറി KB മുരളീധരൻ, GK നായർ, P. ചന്ദ്രബാബു, UG അച്യുതാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. MLA സതീഷ് കുമാർ അവர்கள், അതുപോലെ നഗരസഭ ചെയർമാൻ, ഓപ്പോസിഷൻ ലീഡർ, അതുപോലെ വിവിധ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ, സമുദായ പ്രതിനിധികൾ, താലൂക്ക് NSSന്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി, അങ്ങനെയുള്ള വിവിധ വ്യക്തിത്വങ്ങൾ അന്ന് ആ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനും മറ്റുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് നമ്മുടെ യോഗത്തിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഏറ്റവും ഭംഗിയാക്കി തരുന്നതാണ് നിങ്ങളോടൊക്കെ പൊതുജനങ്ങളോടും, അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിയത് നിങ്ങളോട് ഞങ്ങൾക്ക് നീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ മാഷ് സൂചിപ്പിച്ച പോലെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടികളായിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചേലൂരിൽ കാണാതായ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലൂരിൽ കാണാതായ യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലൂർ സ്വദേശി പൂതോട്ട് വീട്ടിൽ ബിജുവിനെയാണ് കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെ വീട്ടിലേക്കുള്ള വഴിയിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് ഇന്നലെ രാത്രി 11 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടത്തിയ കുടുംബശ്രീ ദ്വിദിന കലോത്സവം സമാപിച്ചു. പനമ്പിള്ളി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ 54-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചാലക്കുടി ടൗൺ NSS കരയോഗം സിൽവർ ജൂബിലി നിറവിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.